ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. നമുക്ക് മന്ത് സ്റ്റാർട്ട് ചെയ്തു, പ്രൈസ് നല്ലൊരു ബിയറിഷിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം പ്രൈസ് നല്ലൊരു റിയാക്ഷൻ ഉണ്ടായി. ആ റിയാക്ഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വീക്കിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ എടുക്കാം. നമ്മൾ വീക്കിൻ്റെ ലോ എടുത്തപ്പോൾ തന്നെ നമ്മൾ എടുത്തൊരു ട്രേഡാണ്. ഈ നല്ലൊരു ബൈ ആണ് നമ്മൾ എടുത്തിരുന്ന് വെച്ചത്. ഏകദേശം ഞാൻ അതിൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് തന്നെ ഈ ഹൈ ആണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഓൾറെഡി അതിപ്പോഴും റണ്ണിങ്ങിൽ തന്നെയാണ്. അതിൻ്റെ ടാർഗറ്റൊന്നും പ്രൈസ് ഹിറ്റ് ചെയ്തിട്ടില്ല. മെയിൻ ടാർഗറ്റ് നമുക്ക് 1-2 ടാർഗറ്റ് കിട്ടിയായിരുന്നു. നല്ലൊരു ട്രേഡായിരുന്നു. പ്രീവിയസ് അതിനു മുമ്പുള്ള വീക്ക് നല്ല ബുള്ളിഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹൈ പ്രയോറിറ്റി ട്രേഡാണ്. നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ വീക്ക്ലി അനാലിസിസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മൺഡേ തന്നെ നമുക്ക് പ്രൈസ് നല്ല റിയാക്ട് ചെയ്തു. നമ്മൾ പറഞ്ഞായിരുന്നു റിയാക്ഷൻ പൊസിഷനിലാണ് പ്രൈസ് നിൽക്കണേന്ന്. അവിടെ നല്ല രീതിയിൽ റിയാക്ഷൻ തന്നു. നമുക്ക് ആ ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. ആ മൂവ്മെൻറ്റിൽ നിന്നാണ് പ്രൈസ് എഗെയിൻ ബൈ കിട്ടി. ഓൾറെഡി പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. പല ആളുകളും ഫണ്ടമെൻ്റൽ പരമായിട്ട് ബിയറിഷ് ആകാം, അതിന് ബിയറിഷിലേക്ക് പോകാമെന്ന് പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്നും പല ആൾക്കാരും പറയാറുണ്ട്. പക്ഷേ നമ്മൾ ടെക്നിക്കൽ പരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു 90% എബോവ് നമുക്ക് ടെക്നിക്കൽ പരമായിട്ട് പ്രൈസ് മൂവ് ചെയ്യും. അത് അല്ല ഫണ്ടമെൻ്റലാണ് നമ്മൾ നോക്കണേ, ഞാനും നോക്കാറുണ്ട്. പക്ഷേ അത്രയും ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ വേണം, അല്ലാതെ ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വെറുതെ അതിൻ്റെ പുറകെ നടന്ന് വെറുതെ സെല്ലെടുത്ത് ഒരുപാട് ലോസ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കൊരു 30% സെല്ലിലേക്ക് ഒരു 70% ബൈയിലേക്ക് വന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ബൈ സൈഡ് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമുക്ക് ഈ കിട്ടിയത്. അപ്പോൾ വീക്കിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ ലോവർ ടൈം ഫ്രെയിമിൻ്റെ റിയാക്ഷൻ ഒന്നും പോയി നമ്മൾ സെല്ലൊക്കെ എടുത്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നല്ല രീതിയിൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് നമ്മൾ ഡെയിലി ഓൾറെഡി പറഞ്ഞതാണ് ഈ IFC ക്യാൻഡിലെ റിയാക്ഷൻ ഈ ലോ വരെ പോകേണ്ടതായിരുന്നു. പക്ഷേ മൺഡേ തന്നെ ആ ഒരു റിയാക്ഷൻ കിട്ടിയതുകൊണ്ടാണ്, ലോ എടുത്തുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടി പ്രൈസ് മൂവ് ചെയ്ത്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു 4 ഡേയ്സും ഇൻസൈഡ് മൂവ്മെൻ്റ് ആണ്. മൺഡേയിലത്തെ പോലെ ഇപ്പോൾ പല ദിവസങ്ങളിലും ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇൻസൈഡ് മൂവ്മെൻറ്റുകൾ. അപ്പോൾ നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിൽ എന്താണ് സംഭവിച്ചതെന്ന് 4 അവറിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഇപ്പോഴും 4 അവർ ഓൾറെഡി ബുള്ളിഷ് തന്നെയാണ്. 4 അവറിൽ പ്രൈസ് ഈ ലോയൊന്നും എടുത്തിട്ടില്ല. പ്രൈസ് ആ മൺഡേ എടുത്ത് പ്രൈസ് മൂവ് ചെയ്തതിൻ്റെ ആ മൂവ്മെൻറ്റിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോഴും കൂടുതലും നിങ്ങൾക്ക് ബൈ സൈഡിലേക്ക് തന്നെ നോക്കാം. നിങ്ങൾക്കൊരു സെൽ സൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു 1 അവറിൻ്റെ സ്ട്രക്ചറിൽ 1 അവറിൻ്റെ ഈ ഐഡിയ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്ത ട്രേഡ് ഈ 1 അവറിൻ്റെ ഐഡിയം വരെയാണ് ടാർഗറ്റ് ചെയ്തത്. ഏകദേശം നമുക്ക് എല്ലാ ടാർഗറ്റും ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റും കൂടിയുള്ളത്, അത് വെറുതെ ഹോൾഡ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. എടുത്ത ആളുകളൊക്കെ ഏകദേശം ഇവിടം വെച്ച് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഫ്രൈഡേ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഈ ഐഡിയയിൽ നിന്നൊരു നമുക്കൊരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു OBയിൽ നിന്നുള്ള റിയാക്ഷനും കിട്ടിയാൽ നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് ചെയ്യാം. ചിലപ്പോൾ ഈ ഐഡിയയിൽ നിന്ന് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്ത് നമുക്ക് 1-2 ടാർഗറ്റ് അടിച്ചിട്ട് പിന്നെ പ്രൈസ് തിരിച്ച് കയറി വരാം. അങ്ങനെ കയറി വന്ന് നിങ്ങൾക്ക് ഈ ഒരു 1 അവറിൻ്റെ OBയിൽ നിന്ന് നിങ്ങൾക്ക് റിയാക്ഷൻ കിട്ടുമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാമെന്ന് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാം, ഇച്ചിരി കൂടി ഹോൾഡ് ചെയ്യാനും പറ്റുന്ന ഒരു ട്രേഡും കൂടി ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റേർണൽ സ്ട്രക്ചർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ സെക്ഷൻ ആയിക്കോട്ടെ, അതേപോലെ ലോവർ ടൈം ഫ്രെയിമിലുള്ള ഏതെങ്കിലും ഒരു OBയിലൊക്കെ പ്രൈസിങ്ങോട് മൂവ് ചെയ്തതിന് ശേഷം വരികയാണെങ്കിൽ, ഏതെങ്കിലും ഒരു POയിൽ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബൈ എടുക്കാം. പ്രൈസ് ബുള്ളിഷാണ്. അപ്പോൾ നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓൾറെഡി പറഞ്ഞ റേഞ്ചിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ സ്ട്രക്ചറൊന്നും വരക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല, അല്ലേ. മൺഡേ പ്രൈസിങ്ങോട് നല്ലൊരു ലോ ഉണ്ടാക്കിയതിന് ശേഷം വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രൈസ് പിന്നെ ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തത്. ഇവിടെയൊക്കെ ഇൻറ്റേർണലൊക്കെ നമുക്ക് ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ശേഷം നമ്മൾ ഈ ലോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ചെറിയ മൂവ്മെൻറ്റ്. ഞാൻ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ പ്രത്യേകം പറഞ്ഞതാണ്, ചെറിയ മൂവ്മെൻറ്റുകൾ എടുക്കുക. ഈ വലിയ മൂവ്മെൻറ്റുകൾ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ കിട്ടാതിരിക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് TP കിട്ടി പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ചെറിയ മൂവ്മെൻറ്റുകളായിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഓരോ രീതിയിലേക്ക് മാറും. ആ രീതിയിലേക്ക് മാറുമ്പോൾ നമ്മളും മാറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമുക്ക് നഷ്ടമുണ്ടാവും. അപ്പോൾ എപ്പോഴും മാറ്റങ്ങൾ മനസ്സിലാക്കുക, മാറ്റങ്ങൾക്ക് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. അല്ലാതെ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ എനിക്ക് ഇത്രയും മൂവ്മെൻറ്റ് കിട്ടി, വലിയ മൂവ്മെൻറ്റും വലിയ പ്രോഫിറ്റും കിട്ടി, അല്ലെങ്കിൽ ഇത്ര RR കിട്ടി, 1:10 കിട്ടി, 20 കിട്ടി, അതെനിക്ക് ഇനിയും വേണം, അല്ലെങ്കിൽ മിനിമം എനിക്ക് 1:5 വേണം, ഈ രീതിയിലൊക്കെ നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. നമുക്കിവിടെ ചെറിയ ട്രേഡുകളായിരുന്നു. ഈ ചെറിയ ട്രേഡുകൾ എടുത്ത് പ്രോഫിറ്റ് എടുക്കുക. ചെറിയ ട്രേഡിലും മൾട്ടിപ്പിൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക, മൾട്ടിപ്പിൾ ട്രേഡ് ഇടുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റിൽ പോകാം. അപ്പോൾ എന്നും മാറ്റങ്ങൾ മനസ്സിലാക്കി മാറിയവർക്ക് മാത്രമേ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ
മാറ്റങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ വാശി പിടിച്ച് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളിത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അല്ല നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരും നിന്ന് ട്രേഡ് ചെയ്യുന്നില്ല, നമുക്ക് അനുകൂലമായിട്ട് ആരും നിന്ന് ട്രേഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ പല കോഴ്സും പഠിച്ചിട്ട് ചില ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, ഇത്ര നാളായിട്ട് പ്രോഫിറ്റിൽ പോകുന്നു, പക്ഷേ എനിക്കിപ്പോൾ പ്രോഫിറ്റിൽ പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ മാറ്റം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ പോകാനായിട്ട് ഇതൊരു അക്കാദമിയോ ഒന്നുമല്ല, മനസ്സിലായോ? ഒരു യൂണിവേഴ്സിറ്റിയും ഇതിനു വേണ്ടിയുള്ള കോഴ്സുകളൊന്നും ഇറക്കി നമ്മളെ പഠിപ്പിച്ച് ഇതേപോലെ തന്നെ മൂവ് ചെയ്യുമെന്ന് ഒന്നും പറയുന്നില്ല. ഇത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ രീതിയിലും ഇതിൻ്റെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ രീതിയിലും നമ്മൾ കോഴ്സ് എടുത്ത് അത് പഠിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ എപ്പോഴും ഒരേപോലെ പോകണമെങ്കിൽ എല്ലാവർക്കും ആ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂവ്മെൻറ്റുകൾ മാറിക്കൊണ്ടിരിക്കുക. എവരി 3 months നല്ല രീതിയിൽ മൂവ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കുക. എവരി വീക്ക് മാറ്റങ്ങൾ വരും, എവരി മന്ത് മാറ്റങ്ങൾ വരും. അപ്പോൾ ഓരോ ടൈമിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ ഏറ്റവും വലിയ രീതിയിൽ ഫണ്ടിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മാറ്റങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരുപാട് POയിൽ ഏത് PO ആയിരിക്കും നല്ല രീതിയിൽ വർക്കിംഗ് ചെയ്യണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏത് എൻട്രി മോഡുകളാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാരും ചെറിയ ചെറിയ സ്കാൽപ്പേഴ്സ് ആകുന്നത് എന്തുകൊണ്ടാണ്? മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായോ? മൂവ്മെൻറ്റ് ഇതേപോലെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നല്ലൊരു ട്രേഡർ ആവുള്ളൂ. മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും നല്ലത്. നമുക്ക് എല്ലാ മൂവ്മെൻറ്റും ട്രേഡ് ചെയ്യണമെന്നില്ല. കിട്ടുന്ന മൂവ്മെൻറ്റുകൾ നല്ല രീതിയിൽ നമുക്ക് കോൺഫിഡൻസോടെ നമുക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ അത്രയും നല്ല രീതിയിലായിരിക്കണമെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യണം, നല്ലോണം ബാക്ക് ടെസ്റ്റ് ചെയ്യണം, നല്ലോണം മനസ്സിലാക്കണം. അല്ലാതെ ഒരു രൂപ പോലും കിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാതെയാണിത് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കുറച്ച് നാളത്തേക്ക് പ്രോഫിറ്റ് കിട്ടും. നിങ്ങളെ പറ്റുന്നത് പോലെ തന്നെ പല ആൾക്കാരും പറയുന്നത് പോലെ പിന്നെ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആദ്യം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഇത് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെന്നും ഒരു സ്റ്റുഡൻറ്റിനെ പോലെ തന്നെ കാണും. അല്ലാതെ ഞാൻ ഇത്രയും പ്രോഫിറ്റ് എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് വീക്കിലി പ്രോഫിറ്റിൽ പോകുന്നുണ്ട്, ഞാൻ എന്തോ സംഭവമായി നമ്മളവിടെ കഴിഞ്ഞു. അപ്പോൾ എന്നും പഠിക്കാനുള്ള, എന്ന് വരെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അന്ന് വരെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, നല്ലോണം പഠിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. എല്ലാ മൂവ്മെൻറ്റ്സും എങ്ങനെ മൂവ് ചെയ്യുന്നു, അല്ലാതെ ട്രേഡുകൾ എത്ര എടുക്കുന്നു, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിലല്ല കാര്യങ്ങൾ. മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഇത്രയുമേ പറയാനുള്ള. പ്രൈസ് സ്റ്റിൽ ബുള്ളിഷാണ്. നമുക്ക് ഇവിടെ നിന്ന് സെല്ലും കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് 1 hourൻ്റെ OBയിൽ നിന്ന്. അപ്പോൾ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ആഴ്ച നമുക്ക് ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്, CPI ന്യൂസ് ഉണ്ട്. അപ്പോൾ വലിയ വലിയ മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു ആഴ്ചയാണ്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ബിഗിനേഴ്സ് ആണെങ്കിൽ ട്രേഡ് എടുക്കാതെ നോക്കുക. അല്ലാതെ വരുന്ന ട്രേഡുകളിലൊക്കെ കറക്റ്റായിട്ട് പ്രോഫിറ്റും കാര്യങ്ങളും നോക്കുക. അതേപോലെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് GBP/USD നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. നമുക്ക് മൺഡേലത്തെ മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ GBP/USD പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളുടെ AUD/USD നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും കഴിഞ്ഞ വീക്ക്ലി അനാലിസിസ് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ മൺഡേ നടന്നു. ഞാൻ കഴിഞ്ഞ വീക്ക്ലി അനാലിസിസ് പറഞ്ഞതാണ്. എനിക്കത് മനസ്സിലായത് കൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ വീക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാവുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെൻറ്റർഷിപ്പ് ഗ്രൂപ്പും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുക, നമുക്ക് കറക്റ്റായിട്ട് മെൻറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ മന്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി പ്രൈസ് ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്, ഒരു ബിയറിഷിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് ഒരു 3-4 ആഴ്ചയായിട്ട് പ്രൈസ് ബിയറിഷിൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞൊരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിയറിഷിലേക്കുള്ള സാധ്യതകളെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറഞ്ഞു. ഒരു പുൾ ബാക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഈ ഒരു പൊസിഷനിൽ നടന്നു. ആ പൊസിഷനിൽ നല്ല രീതിയിൽ ഒരു പുൾ ബാക്ക് തന്നു, നല്ലൊരു കൺഫർമേഷനൊക്കെ പ്രൈസ് തന്നു. പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ബൈ എടുക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ ഇവിടെ നിന്ന് ബൈ എടുത്തു, നമുക്ക് എന്ത് ചെയ്യാം, അത് ബ്രേക്ക് ഈവൻ അടിക്കും. കണ്ടോ, നല്ല രീതിയിൽ 50% മൂവ് ചെയ്ത് ബ്രേക്ക് ഈവൻ അടിച്ചു. അടുത്ത ഞാൻ ടാർജറ്റ് വെച്ചത് ഇത്രയും ആള്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബ്രേക്ക് ഈവൻ അടിക്കാനുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷായി. ഡേ വീക്ക് എല്ലാം രീതിയിലും ഓൾറെഡി ബിയറിഷ് ആയിരുന്നു. പക്ഷേ നല്ലൊരു ഡേയുടെ ഒരു നല്ലൊരു റിയാക്ഷൻ പൊസിഷനിൽ നിന്നാണ് പ്രൈസ് അവിടെ നിന്നിറങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രൈസ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കൊന്നും ഈ മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിയുമ്പോൾ അപ്പോഴും നല്ല ബിയർഷ് നോക്കിയാൽ നല്ലൊരു ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് വെച്ചേക്കണ കണ്ടില്ലേ. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഇവിടെ നല്ല സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നല്ല ബയ്യേഴ്സ് നല്ല സ്ട്രോങ് ആയെങ്കിൽ ഇവിടെ സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയിരുന്നു.
അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇനി പ്രൈസ് നമ്മളെപ്പോഴും ബൈ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എസ് എൽ അടിക്കാം, മനസ്സിലായോ? അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ അടിക്കാം. അപ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. എന്നാൽ നമുക്ക് സെല്ലിലേക്ക് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റികളും പ്രൈസ് തരും. നമുക്കിപ്പോൾ വൺ ഡേയുടെ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓൾറെഡി വൺ ഡേയുടെ അതേപോലെ തന്നെ ഡേയുടെയൊക്കെ ഫോർ അവറിൻ്റെയൊക്കെ ഐഡിയ എടുത്ത് പ്രൈസ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഒരു എൻട്രി നോക്കി. ഈ രണ്ട് ബൈ ആണ് ഞാൻ മെയിനായിട്ട് നോക്കിയത്. പക്ഷേ ഈ ബൈ ഏകദേശം ഒരുവിധം മൂവ് ചെയ്ത് 1-2 പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം വന്ന് നമുക്ക് ബ്രേക്ക് ഈവൻ അടിച്ചു. രണ്ടാമത്തെ ബൈ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ടാർഗറ്റ് കിട്ടി. അതിനുശേഷം നമുക്ക് ഫ്രൈഡേ 2 നല്ല എൻട്രി ഉണ്ടായിരുന്നു. ഏഷ്യൻ കഴിഞ്ഞ് ലണ്ടൻ ഓപ്പൺ ചെയ്തപ്പോൾ ഏഷ്യൻ്റെ ഹൈ എടുത്തപ്പോൾ നമുക്ക് സെക്ഷൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നു. നേരെ വന്ന് ന്യൂയോർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സെക്ഷൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നു. 2 നല്ല ട്രേഡുകളായിരുന്നു. അതേപോലെ തന്നെ നമുക്കിത് പ്രീവിയസ് ഡേയുടെ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എൻട്രി ആയിരുന്നു പ്രൈസ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാവുന്ന നല്ല എൻട്രി. ഇതൊക്കെ നല്ലൊരു ഹൈ പ്രയോറിറ്റി സാധ്യതയുള്ളൊരു പൊസിഷനായിരുന്നു ഈ എൻട്രിയൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ ന്യൂസ് സമയത്തായിരുന്നു. ആ സമയത്ത് നമുക്ക് കിട്ടിയ ഫ്ലിപ്പ് വിത്ത് ഐഡിയയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാമെന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നമ്മുടെ ഹൈ ചാൻസ് ഉള്ള മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ട്രേഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയയും കിട്ടി. ന്യൂസിന് ശേഷം പ്രൈസ് വന്നിട്ട് ട്രിഗറായി. ധൈര്യമായിട്ട് എടുക്കാം. കൂടി വന്നാൽ അതിൻ്റെ ഒന്ന് ഗ്രാബ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് സിംഗിൾ ക്യാൻഡിൽ എടുത്ത് നെക്സ്റ്റ് സിംഗിൾ ക്യാൻഡിൽ എടുത്ത് 5 മിനിറ്റിന് സിംഗിൾ ക്യാൻഡിൽ എടുത്ത് നിങ്ങൾക്ക് എൻട്രി കയറിയാൽ മതിയായിരുന്നു. ധൈര്യമായിട്ട് ഞാൻ നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ നിന്ന് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ച നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ അധികം ട്രേഡ് എടുക്കാൻ പറ്റില്ല. എടുത്ത ട്രേഡുകൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ എടുത്തോണം, എന്നാലും കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും പ്രൈസ് ഓൾറെഡി ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ബ്രേക്ക് സ്ട്രക്ചർ, വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇങ്ങനെ നിൽക്കണേ. പ്രൈസ് വീണ്ടും പോയി ഹൈ ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് കയറി വരാം. അപ്പോൾ ബൈക്കും സെല്ലിനും ചാൻസ് ഉണ്ട്. നിങ്ങൾ സെല്ലിലേക്ക് ഉള്ള ചാൻസുകൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. ബൈയിലേക്കുള്ള ചാൻസുകൾ നല്ലൊരു പി ഒയിൽ വരുമ്പോൾ മാത്രം എടുക്കുന്നതാണ് നല്ലൊരു. ഇന്ത്യനലൊക്കെ 50 മിനിറ്റിൽ എടുക്കുന്നതിന് 1 അവർ ഇന്ത്യനൽ എടുക്കാൻ നോക്കുക ബൈ കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പി ഒയിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക, ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് പോകും. ഓസ്ട്രേലിയൻ ഡോളർ ഇതേപോലെ തന്നെ നമ്മൾ മൺഡേ നല്ലൊരു സെല്ലെടുത്തു. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു പ്രൈസ് ഒരു ബുള്ളിഷിലേക്കുള്ളൊരു സാധ്യത തന്നായിരുന്നു. നമ്മൾ മന്ത് നോക്കണമെങ്കിൽ അറിയാം പ്രൈസ് ഈ മന്ത് ബുള്ളിഷിലാണ് പ്രൈസ് വന്നത്. നല്ലൊരു സെല്ലിങ്ങിലേക്ക് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് 3 ആഴ്ചയായിട്ട് മൂവ് ചെയ്തു. ഈ ആഴ്ച തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ചത്തേനേക്കാളും അതിൻ്റെ മുമ്പത്തെ ആഴ്ചത്തേക്കാളും ബിയറിഷിലേക്ക് മൂവ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തത്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഒ ബിയിൽ നിന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്യുമെന്ന് നമ്മൾ ഈ സെല്ലിൻ്റെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു ഒ ബിയിൽ നിന്നാണ് നമ്മൾ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഒ ബിയിൽ പ്രൈസ് വന്നത് വരെയാണ് നമ്മൾ ഇട്ടത്. ഓൾറെഡി ഞാൻ എൻ്റെ മെയിൻ ടാർഗറ്റൊക്കെ ഇവിടെ ഇട്ടു. പക്ഷേ നമ്മൾ ഇങ്ങാനും ഇത് എടുത്തില്ലെങ്കിൽ ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് മൂവ് ചെയ്താലാന്ന് ഓർത്താൽ നമ്മൾ മെയിൻ ടാർഗറ്റ് സിങ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 8-9 ദിവസം കൊണ്ട് നമ്മൾ ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തു. നമ്മൾ ഈ ഒ ബിയിൽ പ്രൈസ് വന്നു കഴിയുമ്പോൾ കണ്ടു നമുക്ക് ഇവിടെ നിന്ന് ഓപ്പർച്യൂണിറ്റി വരും. പക്ഷേ ബ്രേക്ക് ഈവൻ എസ് എൽ അടിക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന സൂക്ഷിച്ചെടുക്കുക. ഇപ്പോഴും ഈ ഒ ബി വാലിഡാണ്. ഈ ഒ ബിയിൽ പ്രൈസ് വന്നിട്ട് എന്നാൽ ഈ ഒ ബി ഇപ്പോഴും വാലിഡാണ്. ഓൾറെഡി ബോഡി ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഒ ബി വന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഡേയിൽ നല്ലൊരു IFC ക്യാൻഡിൽ കണ്ടു. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നല്ലൊരു ഫണ്ടിങ് ചെയ്തൊരു ക്യാൻഡിൽ കാണുന്നു. അതിൻ്റെ ഹൈ ആണ് ബ്രേക്ക് ചെയ്തത്. ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്ന പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് സെല്ലിൻ്റെ പരിപാടി കഴിഞ്ഞു, മനസ്സിലായോ? പ്രൈസ് ഇനി എന്തായാലും മേളിലേക്ക് പോകും. ഉണ്ടോ? മിനിമം ഈ ഹൈ എങ്കിലും പ്രൈസ് എടുക്കും. ആ ഹൈ എടുത്തിട്ടാണ് പ്രൈസ് ഇപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ 4 അവറിൻ്റെ സ്ട്രക്ചറിലാണ് എൻട്രി എടുത്തത്. അപ്പോൾ നമ്മൾ എപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ലോ എടുക്കുമെന്ന് വെച്ചാൽ ഇവിടം വരെയൊക്കെ വെച്ച് ഞാൻ ഈ ലോ വെച്ചില്ല. പക്ഷേ ഇവിടം വരെ പോലും പ്രൈസ് എടുത്തില്ല. പിറ്റേ ദിവസം പ്രൈസ് നല്ല രീതിയിൽ നമുക്ക് 4 അവറിലും IFC ക്യാൻഡിൽ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രക്ചർ ബേസ് നമ്മളിങ്ങനെ നോക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഒ ബിയിലേക്ക് വരുമ്പോൾ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഈ ട്രേഡ് ഇവിടെ അവസാനിപ്പിച്ച് മാറുക എന്നത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 അവർ നമുക്ക് ഇവിടെ പ്രൈസിങ്ങിനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇൻറ്റേർണൽ IDM എടുത്തായിരുന്നു. ഇത് നല്ലൊരു എൻട്രി ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടാത്ത ആളുകൾക്ക് ഇവിടെ നിന്നൊരു ഇൻറ്റേർണൽ IDMൽ നമുക്ക് വീണ്ടും ഈ സെൽ എടുക്കാറുണ്ട്. ഈ ഹൈ ടാർഗറ്റ് ചെയ്യായിരുന്നു. നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു അത്. നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിൽ വന്നു കഴിയുമ്പോൾ ഇനി പ്രൈസ് ഇങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും നിൽക്കാം. നിങ്ങൾക്ക് ബൈയും സെല്ലും നോക്കാം. പക്ഷേ നിങ്ങൾക്ക് സെല്ലിലേക്കാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയുള്ളൂ. ബൈയിലേക്ക് ഇപ്പോൾ പ്രൈസ് അവിടെ റിയാക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് സെല്ലിലേക്കായിരിക്കും ഇനിയും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നത്.
അപ്പോൾ ബൈയിലേക്ക് എടുക്കുമ്പോഴും നല്ലോണം സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. സെല്ലിലേക്ക് എടുക്കുമ്പോൾ നല്ലൊരു POയിലാണെങ്കിൽ ധൈര്യമായിട്ട് കൺഫർമേഷനിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഒരു റേഞ്ചിൽ, ഇനി ഇവിടെ ഓസ്ട്രേലിയൻ ഡോളർ ഇനി ഇവിടെ ഒരു ചിലപ്പോൾ ഒരു റേഞ്ചിൽ നിന്നിട്ടായിരിക്കും പ്രൈസ് ഈ ഒരു ഇൻഎഫിഷ്യൻസിയൊക്കെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ യൂറോ USDയിലേക്ക് വരാം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പെയറാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ മാസം എത്ര മാസമായി ഇവിടെ മൂവ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ, ഒരു വർഷമായിട്ട് ഈ ഒരു റേഞ്ചിലാണ് അല്ലേ, ഒരു വർഷമായിട്ട് ഈ ഒരു റേഞ്ചിലാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, അതിന് മുമ്പത്തെ വർഷമൊക്കെ നോക്കിയേ, ഒരു വർഷമായിട്ട് ഈ ഒരു റേഞ്ചിലാന്ന് പറയുമ്പോൾ ഈ ഒരു പെയറിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് നോക്കിയേ. അവർക്ക് ഇതൊന്ന് മേളിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്നില്ല, താഴേക്കും മൂവ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. ഈ മാസം ഒരു ബുള്ളിഷിൽ തന്നെയാണ്. ഈ ഒരു ട്രെൻഡൊക്കെ എപ്പോൾ വേണമെങ്കിലും എടുത്തേണ്ട പോകട്ടെ. ഈ ലിക്വിഡിറ്റിയൊക്കെ ബിൽഡ് ചെയ്യണത് മിക്കവാറും എടുക്കാൻ വേണ്ടി തന്നെ ബിൽഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞ OBയിൽ ഈ വീക്കിൽ വന്നു, അവിടെ നിന്ന് റിയാക്ഷൻ എടുത്തോ എനിക്കറിയില്ല. ആൾക്കാർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ്, നിങ്ങൾക്ക് ഒരു നല്ല പ്രോഫിറ്റ് എടുക്കേണ്ട ഒരു ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വീണ്ടും പ്രൈസ് ഇനിയും ബിയറിഷിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച മന്തിൻ്റെ ലിക്വിഡിറ്റി വരെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകാം. ചിലപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് സെല്ല് നോക്കാം, ലോങ് ടൈം സെല്ല് നോക്കാം. നിങ്ങൾക്ക് നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ 4 hourലേക്ക് വന്നു കഴിഞ്ഞാൽ 4 hourൽ ഒരു ചേഞ്ച് ഓഫ് കാർട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 4 hourൻ്റെ IDയും എടുത്ത റിയാക്ഷനിലാണ് നിൽക്കുന്നത്. ഈ എൻട്രി നല്ലൊരു എൻട്രിയാണ്. അപ്പോൾ ഹൈ പ്രയോറിറ്റി എൻട്രി ആണെങ്കിൽ വളരെ കുറച്ച് എൻട്രികളുണ്ട്, നല്ല നല്ല എൻട്രികളാണ്. IDയും എടുത്തു, നമ്മുടെ OBയിൽ വന്ന് ഫസ്റ്റ് റിയാക്ഷൻ ചെയ്തു. വീണ്ടും ആ OB ഇപ്പോഴും ഫെയിലായിട്ടില്ല, ഇപ്പോഴും ആക്റ്റീവ് തന്നെ. അതിൻ്റെ റിയാക്ഷനാണ് സംഭവിക്കുന്നത്. ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. 10 വിപ്പ്, 15 വിപ്പ്, 20 വിപ്പ്, ആ മൂവ്മെൻറ്റ് പിടിക്കും. ഒന്നാമത് മൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ യൂറോ USD നോക്കുന്നതാണ് നല്ലത്. 2 സൈഡിലേക്ക് നോക്കുക. അപ്പോൾ എനിക്ക് ഈ ആഴ്ച GBPയിലേക്ക് ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പേരുള്ള ന്യൂസുകൾ ഹൈ ഇമ്പാക്റ്റ് ന്യൂസുകൾ എല്ലാ ആഴ്ചയും കൂടിയാണ്, സൂക്ഷിച്ചെടുക്കുക. അതേപോലെ തന്നെ ഒരുപാട് റിക്വസ്റ്റുകൾ നമുക്ക് കോഴ്സിന് വേണ്ടി വരുന്നുണ്ട്. റിക്വസ്റ്റ് വരുന്നതെന്ന് ഞാൻ ഫോളോ അപ്പ് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നാളെ നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നല്ല ഫോളോ അപ്പ് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ഫോളോ അപ്പ് ആയിരിക്കും പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ. പഠിക്കണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ, അല്ലാതെ എൻ്റെ ആവശ്യമല്ല. പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെയും കൂടി ആവശ്യം നിങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വിടുക എന്നുള്ളത്. അപ്പോൾ പല ആൾക്കാർക്കും പരിഭവമാണ്. പല ആൾക്കാരും മെസ്സേജ് ചെയ്യാറുണ്ട്, ഞാൻ ചോദിച്ചിട്ട് പിന്നീട് സീറ്റ് പറഞ്ഞില്ലല്ലോ. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൂടുതൽ ഇടുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടാറില്ല. അപ്പോൾ ഇൻസ്റ്റയും കൂടി ഫോളോ ചെയ്യുക. Sinu07 എന്നും പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ID കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ സ്റ്റാറ്റസ് ഇടുക. അതേപോലെ നമുക്ക് പബ്ലിക് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ഞാൻ ഇടാറുണ്ട് നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങൾ, സീറ്റ് അവൈലബിൾ അനുസരിച്ച്. ആ സമയത്ത് തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ ഒരാളുടെ നമ്പർ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സ് എടുത്ത ഒരാളുടെ നമ്പർ മാത്രമേ സേവ് ചെയ്യുള്ളൂ. ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതാണ്, നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ടല്ല പോകുന്ന. എൻ്റെ സമയം ഫ്രീ ടൈമിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ, ഞാൻ ഏതൊക്കെ സെറ്റപ്പ് അറിയാമോ എല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒരു 18 അടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കംപ്ലീറ്റ് പഠിപ്പിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ച് വിടുന്നുണ്ട്. നല്ല രീതിയിൽ റിസൾട്ടും കിട്ടുന്നുണ്ട്. മനസ്സിലായോ? എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ള ഒരു സെറ്റപ്പിലൂടെ ഞാൻ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി ആ ഒരു സിസ്റ്റം തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ ഡയറക്റ്റ് വിളിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് സീറ്റ് അനുസരിച്ച് ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നെക്സ്റ്റ് വീക്കിലും നമുക്ക് സീറ്റ് അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വരുന്ന വീക്കും എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.